അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേ വെറുതെ ഒരു കുസൃതി ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. കുസൃതിയല്ല, അത് ഒരു സയൻറ്റിഫിക് തോട്ടാണ്. ചില എന്തുകൊണ്ടാണ് ഈ മൺസൂണില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭയങ്കര മഴയും കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയതാ, എന്തുകൊണ്ടാണ് ഈ മൺസൂൺ കാലത്ത് നമ്മുടെ ചെടികളില്ലേ, ചെടികൾ, മരങ്ങൾ എല്ലാം
വളർച്ച അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഡോർഫായിട്ട് നിൽക്കും, ഡ്രൂപ്പായിട്ട് നിൽക്കും, അതായത് ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത്? മഴക്കാലത്ത് നല്ല വെള്ളം കിട്ടുമ്പോൾ ചാടി വളരേണ്ടതല്ലേ, അതിന് പകരം നേരെ കീഴ്പോട്ടാണല്ലോ ചെടി വളരണത് എന്ന് ചിന്തിച്ച് ഞാൻ നമ്മുടെ ChatGPT സാധനം അടിച്ച് നോക്കി. എന്തുകൊണ്ടാണ് മൺസൂൺ കാലത്ത് ഇങ്ങനെ ട്രീസ് ഇങ്ങനെ ഡ്രൂപ്പ് മുരടിച്ച് പോണതെന്ന്. അപ്പോൾ അവർ 2-3 കാര്യങ്ങൾ പറഞ്ഞവർ. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, ഈ മൺസൂൺ കാലത്ത് എപ്പോഴും മഴയായിരിക്കുമല്ലോ. മഴയായിരിക്കുമ്പോൾ ഈ മഴ മേഘങ്ങൾ എപ്പോഴും ഇങ്ങനെ ആകാശത്ത് തങ്ങി നിൽക്കും. അത് കാരണം സൂര്യൻ അധികം പ്രകാശം കിട്ടത്തില്ലാത്തത് കൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. ഞാൻ ചിന്തിച്ചില്ല, പക്ഷേ ChatGPT സാധനമുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല, ചെടിക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടത്തില്ല, അതുകൊണ്ട് അത് മഞ്ഞ നിറമായിട്ട് വളർച്ച മുരടിക്കും. രണ്ടാമതൊരു കാര്യം അത് പറഞ്ഞത്, ഈ വെള്ളം ഹെവി ഡൗൺ പോറല്ലേ, അപ്പോൾ വെള്ളം കെട്ടി നിൽക്കും ചുവട്ടിലൊക്കെ, മരത്തിൻ്റെയൊക്കെ പറമ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെ വെള്ളം കെട്ടുന്നത് എന്താ കുഴപ്പം? വേരിന് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യമില്ല, ഭയങ്കര സീരിയസ് വിഷയമാണ്. വേരിന് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വെള്ളവും വലിക്കണ പരിപാടിയൊന്നും നടക്കത്തില്ല. വളവും വെള്ളവും ഒന്നും വലിക്കത്തില്ല, ഓക്സിജൻ കിട്ടത്തില്ലേ. അപ്പോൾ അവിടെയും ബ്ലോക്കാവും. പിന്നെ ഈ വെറ്റ് ഡിസീസ് എന്ന് പറഞ്ഞ കുറേ സാധനമുണ്ട്. മഴ ഈർപ്പം ഉണ്ടെങ്കിൽ കുറേ ഫംഗസൊക്കെ വരും. അങ്ങനെയാണ് വേരിന് അഴുക്കലൊക്കെ വരണത്. അപ്പോൾ ചിലപ്പോൾ വേര് ചീലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ അതിൻ്റെ വേപ്പിൻ്റെ എണ്ണ വേരെ തേക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ചെടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ കൂടുതലായിരിക്കും ചിലപ്പോൾ വേപ്പിൻ്റെ എണ്ണ വാങ്ങിച്ച് വേരിന് ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്. ഭയങ്കര പാടാണ് എല്ലാം. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം വെച്ചാൽ ഇപ്പം ഇത്രയും വിഷയങ്ങളാണ് അപ്പം ചെടിയുടെ നല്ല കാലമല്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ കാറ്റും മഴയും വന്ന് ചെടിയുടെ ബ്രാഞ്ചൊക്കെ ഒടിഞ്ഞു പോകും അല്ലേ, കാറ്റും മഴയൊക്കെ വരുമ്പോൾ. ചെടിയെ ചിലയൊക്കെ വേരോടെ ചാഞ്ഞ് നിൽക്കും, ചിലപ്പോൾ വീണ് പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യരെക്കാൾ ഗതികെട്ടൊരു കാലമാണ് ഈ മൺസൂൺ വൃക്ഷങ്ങൾക്കെന്ന് പറയണത്. അതുകൊണ്ടാണ് ദൈവം എല്ലാ കാലത്തും വൃക്ഷങ്ങൾ ഉണ്ടാക്കാതെ, എല്ലാ കാലത്തും മൺസൂൺ ഇല്ലല്ലോ. അപ്പോൾ എന്ത് പരിപാലനയാണ് ചെടികളോട് കാണിക്കണത്? എല്ലാ കാലത്തും മൺസൂൺ ഉണ്ടാകത്തെങ്കിൽ മരങ്ങളുണ്ടാകത്തില്ല, നമ്മൾ മരുഭൂമിയായി പോയേനാണ്. അപ്പം അതുപോലെ തന്നെയാണ് വേദനകളും എല്ലാ കാലത്തൊന്നും ഉണ്ടാകത്തില്ല, അതെപ്പോഴും ഓർത്തേക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ദൈവം സമയം ചുരുക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ. അതാണ് ആ വേദന ചുരുക്കാൻ കാര്യം, നിലനിൽക്കാൻ പറ്റത്തില്ല. മത്തായി 24:22 ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, മൺസൂൺ കാലമേ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ല. മരങ്ങളൊന്നും നിലക്കത്തില്ല, മനുഷ്യൻ നിലക്കത്തില്ല, എല്ലാം മരുഭൂമിയായി പോകും. എന്നാൽ ദൈവം അത് പരിമിതപ്പെടുത്തിയെന്നാണ് ബൈബിൾ പറയണത്. അപ്പം ഇതുപോലെ നമ്മുടെ ദുഃഖങ്ങളും അങ്ങനെയാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെ, എല്ലാ കാലവും ഇതുപോലെ ദുഃഖ ദുരിതമാണെന്ന് വിചാരിക്കരുത്. ഒരു ടൈം വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ കൊണ്ട് പ്രത്യാശയോടെ ഒരു മഴയില്ലാത്ത കാലത്തെക്കുറിച്ച് നമ്മൾ പ്രത്യാശ കൊണ്ട് പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് കൂടി ഇതിലർത്ഥമുണ്ട്. പിന്നെ കൂടാതെ ഇതിനകത്ത് വരുന്ന വിഷയമേ ഈ സോയിലിൻ്റെയൊക്കെ വളമില്ലേ, വളമൊക്കെ വെള്ളത്തിൽ കലങ്ങി ഒലിച്ചു പോകും. അതിങ്ങനെ ഒരു വളം ഉണ്ടെങ്കിൽ തന്നെ, വളം ചുവട്ടിലുണ്ടെങ്കിൽ തന്നെ മൺസൂൺ വരുമ്പോൾ അത് ഒലിച്ചു പോകും. ഒലിച്ച് വല്ല പറമ്പിലും പോകും, ചിലപ്പോൾ വല്ല തോട്ടിലും പോയി ഒഴുകിപ്പോകും, വേസ്റ്റായി പോകും, ആർക്കും യൂസ് ആകത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഉണങ്ങത്തില്ലെങ്കിൽ മെലിഞ്ഞ് ഫലപ്പെടുവിക്കാത്ത രീതിയിൽ മെലിച്ചിൽ വരും. ഈ ഒരു കാലം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാകും മൺസൂണിൻ്റെ ഒരു കാലം. അതുകൊണ്ട് കർത്താവ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു.
എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അപ്പോൾ ഈ മൺസൂൺ കാലം നമ്മുടെ മനുഷ്യർക്കും വരും ഇതുപോലെ. അതുകൊണ്ടാണ് ദൈവം ഈ മൺസൂൺ കാലം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും ക്രിസ്തുവായിട്ട് തന്നെ കാണണമെന്നും അവർക്ക് ആ സമയത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആണ് ബൈബിളിൻ്റെ നടപടിക്രമം. ബൈബിൾ നടപടിക്രമം അതാണ്, ആ സമയത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന്. സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജന്മദൗത്യം തന്നെ ഒരു ജന്മദൗത്യമായിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. രോഗിയെയും കരകവാസിയെയും നഗ്നനെയും വിശക്കുന്നവനെയും ഒക്കെ അവൻ്റെ മൺസൂൺ മഴ തോരാത്ത കാലങ്ങളിലെ, കണ്ണീര് തോരാത്ത കാലങ്ങളിലെ അവന് കൈത്താങ്ങായി നിൽക്കുന്നത് നിസ്സാരമല്ല. ശരിക്കും 25:35 എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ഇതെല്ലാം അപ്പം നിങ്ങൾ ഓർക്കും, അവസാനം ഈശോയെ കുറിച്ച് പറയണത് എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ. അവിടെയാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക്. മത്തായി 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അപ്പൊ ഇതിന്റെ വിഷയം നമ്മൾക്ക് ഈ വ്യാഖ്യാനങ്ങൾ വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിനെ പെട്ടെന്ന് എടുത്ത് നിത്യതയുമായിട്ടാണ് കണക്ട് ചെയ്യണത്. എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോക ആരംഭം മുതൽ നിങ്ങൾക്ക് ഒരിക്കലും രാജ്യം കൈവശമാക്കാൻ. അപ്പോൾ നിത്യതയുടെ അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഭാഗങ്ങൾ എപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ, ഈശോ എന്താ പറയണത്? ചത്ത് കഴിയുമ്പോൾ അനുഗ്രഹിക്കുമെന്നാണ് പറയണത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹീതരായി. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ ഇത് വെച്ചിരിക്കണത്. ഇപ്പം നിങ്ങളെ മക്കളുടെ കല്യാണം നടക്കണില്ല, ജപ്തി നടപടിയാണ്, പറമ്പിന് വിസ പുതുക്കി കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി പ്രകാരം എന്താ പറഞ്ഞത്? നിങ്ങൾ രോഗികളെ പോയി കാണണം, അവരെ കുളിപ്പിക്കണം, അവർക്ക് പൈസ കൊടുക്കണം, നിങ്ങളുടെ വരുമാനം ഭക്ഷണമായിട്ടും സമ്പത്തായിട്ടൊരു പങ്കുവെക്കണം എന്ന് പറയുമ്പോൾ എന്താ സംഭവം? അതിനകത്തൊരു ഓഫർ കിടക്കുന്നുണ്ട്. എന്താണ്? അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്ട്രാ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അത് ചത്ത് കഴിയുമ്പോൾ വിധിയാളനായിട്ട് കിട്ടണം മാത്രമല്ല, അത് ആ ഒരൊറ്റ നടപടിക്രമം കൊണ്ട് നമ്മൾ അത് അപ്പം തന്നെ ബ്ലെസ്ഡ് ആകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും ഈ വിഷയത്തെ കാരുണ്യപ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ, കാരുണ്യപ്രവൃത്തിയുടെ ഈ മൺസൂൺ കാലത്ത് മനുഷ്യനായി നിൽക്കാൻ കഴിഞ്ഞാലേ നമ്മൾക്കും നമ്മളുടെ മൺസൂൺ കാലങ്ങളെ അതിജീവിക്കാൻ കഴിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആദ്യമായി ഇവിടെ ഈ സന്നിധിയിൽ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും സന്നിധിയിൽ വന്ന് നിൽക്കാൻ ധൈര്യം തന്നതിന് ഞാൻ അമ്മയോടേക്കും 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് ഡിംപിൾ ഡേവിസ്. ഇത് എൻ്റെ ഹസ്ബൻഡ് സോണി ജോസ്, എൻ്റെ 3.5 വയസ്സുള്ള മകൻ ലൂയി. ഞാൻ ഉടമ്പടി എടുത്തത് 2025 ജൂൺ 26-നാണ്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്ഥിര ജോലി ലഭിച്ചതിൻ്റെ അനുഗ്രഹത്തിനാണ്. ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗത്തിൽ വെച്ചിരുന്നു ഹസ്ബൻഡിന് ഒരു സ്ഥിര ജോലി. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് UK-യിലാണ്, സ്റ്റാഫ് നേഴ്സായിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം പോയി, എനിക്ക് അവിടെ ജോലി ഇവിടെ നിന്നായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഹസ്ബൻഡ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വന്നു. ആദ്യം ഒരു ജോലി ലഭിച്ചു, ഒരു ലോസ് പ്രിവെൻഷൻ വിഭാഗത്തിലാണ്. പിന്നെ അത് സ്ഥിരമല്ലാത്ത ജോലിയായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യം വിഷമമൊന്നും തോന്നിയില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകനെയും അവിടേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു.
അപ്പോൾ ഞങ്ങൾക്ക് ഹസ്ബൻഡിന് ആ പഴയ ജോലി പറ്റാതായി. കാരണം അത് 5 ദിവസം പോകണമായിരുന്നു. കുഞ്ഞ് വന്നപ്പോൾ ആരെങ്കിലും ഒരാൾ കുഞ്ഞിനെ നോക്കാൻ വീട്ടിൽ ഇരിക്കണമായിരുന്നു. അപ്പോൾ 3 ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഹസ്ബൻഡ് വേറെ ജോലികൾക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തു. മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന് അവിടുത്തെ തന്നെ ഒരു ഹോസ്പിറ്റൽ, NHS ഹോസ്പിറ്റലിൽ HCAക്കുള്ളൊരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ആദ്യം ഹസ്ബൻഡ് ഹാപ്പി ആയിരുന്നു പോകാനായിട്ട്. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കാശ് രൂപമൊക്കെ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. ഇൻ്റർവ്യൂ പാസ്സായി, റിട്ടൺ എക്സാമും പാസ്സായി. മാതാവിൻ്റെ കാരുണ്യം, ഈശോയുടെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച പോകാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ആ ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ഹസ്ബൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, എനിക്കിനി ജോലി പറ്റത്തില്ല, ഞാൻ പോകത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. കാരണം കുഞ്ഞിനെയും കൊണ്ടുവരാൻ പോകുന്നു. 2 പേർക്കും ഫ്ലെക്സിബിൾ ഷിഫ്റ്റാണ് പറ്റത്തുള്ളൂ. 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം ഒരാൾ പോകണം, ബാക്കി 3 ദിവസം ഹസ്ബൻഡും ജോലിക്ക് പോകണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നോക്കി. പക്ഷേ ഹസ്ബൻഡിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഹസ്ബൻഡ് അവിടുത്തെ വാർഡിലെ മാനേജറൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഹസ്ബൻഡിനൊട്ടും ആ ജോലി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് നിർബന്ധമൊന്നും പറഞ്ഞില്ല. കാരണം നമുക്കത് അങ്ങനെ ഇന്ന ജോലി ചെയ്യണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡിനോട് പുറമേ ഞാൻ ചിരിച്ചൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് ഉള്ളിൽ വളരെ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ വന്ന മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് ഏത് ജോലിയാണെങ്കിലും ഒരു സ്ഥിരമുള്ളൊരു ജോലി കൊടുക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൈൻ വെച്ചു ഹസ്ബൻഡ്. 3 മാസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഇവിടെ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് അവനെ തിരിച്ചു കൊണ്ടുപോകാമെന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ജോലിയുടെ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ NHS തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കയറണം എന്നൊന്നും പ്രാർത്ഥിച്ചില്ല. ഏതെങ്കിലും ഒരു ജോലി നൽകണമെന്നുള്ള രീതിയിലാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് UK ഇവനെ കൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് പറഞ്ഞു, ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ ജോലിക്ക് തന്നെ തിരിച്ചു കയറുവാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. കാരണം അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഹസ്ബൻഡിൻ്റെ മനസ്സ് മാറിയതും അത് ജോലി അക്സെപ്റ്റ് ചെയ്യാനും സാധിച്ചതെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡാണെങ്കിലും എന്നും മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് ആണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇപ്പോൾ സന്തോഷമായിട്ട് ഹസ്ബൻഡ് ആ ജോലി ചെയ്തു പോകുന്നു. അതാണ് എനിക്ക് ഒന്നാമത്തെ സാക്ഷ്യമായി പറയാനുള്ളത്. രണ്ടാമത് എനിക്ക് എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അവനെ ഞങ്ങൾ UK കൊണ്ടുവന്ന് അവന് 3 വയസ്സായപ്പോൾ പ്രീ സ്കൂളിൽ ചേർത്തു. പ്രീ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ അവന് ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, ഭയങ്കര വാശിയും കരച്ചിലും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ആദ്യം സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. അവൻ പർപ്പസ്ഫുള്ളി കരഞ്ഞ് വൊമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ആദ്യം വൊമിറ്റ് ചെയ്തപ്പോൾ അവർ തിരിച്ചു വിട്ടു. കാരണം കൊച്ചു വൊമിറ്റ് ചെയ്തു, ഇനി ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഒരു അടവായിട്ട് അവൻ 2-3 ദിവസം അങ്ങനെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ പറഞ്ഞു, സാരമില്ല, വൊമിറ്റ് ചെയ്താലും ഞങ്ങളിവിടെ നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ പോവാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഹാപ്പി ആയിട്ട് പോയിരുന്നെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര കംപ്ലൈൻറ്റ്. കാരണം മറ്റുള്ള പിള്ളേരെ പിച്ചാനും മാന്താനും പിന്നെ പെൺകുട്ടികളുടെ മുടി പിടിച്ച് വലിക്കൽ, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് വന്നു. അവസാനം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവനെ നോക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വരെ വന്നു. എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പൊക്കെ കൊടുത്ത് കുരിശ് വരച്ചിട്ടാണ് ഇവനെ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് നഴ്സറിയിൽ വിടുന്നത്. അപ്പോൾ മാതാവിനോട് ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവൻ്റെ ഈ സ്വഭാവം ഒന്ന് മാറണമേ, ഇങ്ങനെ പോയാൽ അവർ കൊച്ചിനെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ആഴ്ചയിൽ 3-4 ദിവസം അവർ പോകുന്നുള്ളൂ, 2-3 മണിക്കൂർ. അതിനകത്ത് തന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ അവർ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുവിടുമ്പോൾ അവിടെ കാറിൽ വെയിറ്റ് ചെയ്യും, ഇവനെ തിരിച്ച് വിളിക്കുന്നു നോക്കി. അപ്പോൾ മിക്ക ദിവസം അങ്ങനെ തന്നെയാണ്. എനിക്ക് ഡ്യൂട്ടിക്ക് പോലും മര്യാദയ്ക്ക് സമാധാനമില്ല. അവരെപ്പോൾ വിളിക്കും, ഞാൻ വിളിച്ചു ചോദിക്കും ഹസ്ബൻഡിനെ, അവർ വിളിച്ചോ. അങ്ങനെ എല്ലാ ദിവസവും ഇത് തന്നെയായി. എനിക്കൊരു സ്വസ്ഥതയില്ലാണ്ടായി. അങ്ങനെ മാതാവ് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് എനിക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ പറയുന്നത്, ഈ സാക്ഷ്യം പറയൂ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു, ഇത് ഒരു കുഞ്ഞുങ്ങളുടെ ഈ പ്രശ്നം എല്ലാ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളതല്ലേ, ഇത് തന്നെ മാറിക്കോളും എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ്.
പക്ഷേ ഒരു നിവൃത്തി ഇല്ലാണ്ടായി. അവർ പറഞ്ഞു വേറെ സ്കൂൾ നോക്കിക്കോളൂ, പ്രീ സ്കൂൾ നോക്കിക്കൊള്ളാനുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു ഇവനെ നമുക്കെന്നാൽ നാട്ടിലാക്കാം, സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഏതെങ്കിലും നഴ്സറിയിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അതെനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ എന്നാലും മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് അമ്മയുടെ ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ, പക്ഷെ അവനെ പിരിഞ്ഞിരിക്കാനുള്ളൊരു ശക്തി എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നിട്ടും ഒരു മാറ്റമില്ല. അവസാനം ഞങ്ങൾ വേറെ സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷെ അവിടെ നിന്നൊന്നും ഒരു വിളി വന്നില്ല. അവസാനം ഞാൻ മാതാവിനോട്, മാതാവേ ഞാൻ ഇവൻ്റെ എന്ന് ഇത് മാറുന്നു അന്ന് ഏറ്റവും ആദ്യം കിട്ടുന്ന ലീവിന് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ആ സാക്ഷ്യം എന്ന് ഞാൻ പറയാമെന്ന് നേർന്നോ അന്ന് മുതൽ ഒരു 2 ദിവസം മാത്രമേ പിന്നെ ഇവനെ അവർ ജസ്റ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 5-6 മാസം 6-8 മാസമായി ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് പോലും അവനെക്കുറിച്ച് വന്നിട്ടില്ല. പിന്നെ അവരൊരിക്കലും തിരിച്ച് വിളിച്ചിട്ടില്ല കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ്. എല്ലാ ദിവസവും അവർ പറയും ഇന്ന് ഗുഡ് ഡേ ആയിരുന്നു, അവൻ നല്ല കുട്ടിയായിരുന്നു, മറ്റുള്ള പിള്ളേരൊന്നും ചെയ്തില്ല. വീട്ടിൽ ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് ഇന്ന് വരെ അവനൊരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പോൾ അവനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ നടന്നാണ് 1/2 മണിക്കൂർ നടന്നാട്ട് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ നടക്കുന്ന സമയത്തൊക്കെ അവനെ പ്രത്യേകം സമർപ്പിച്ച് ഞാൻ കൊന്ത ചൊല്ലിയിട്ടാണ് വരുന്നത്. അവിടുത്തെ ടീച്ചേഴ്സിനെയും കുട്ടികളെയും മറ്റു കുട്ടികളെയൊക്കെ സമർപ്പിച്ച് കൊന്ത ചൊല്ലിയിട്ടാണ് ഇന്ന് ഞാൻ നടന്നു വരുന്നത്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായത് ഒരു ചെറിയ കാര്യം പോലും നമ്മളെ കൊണ്ടാവില്ല. അത് മാതാവിൻ്റെയും ഈശോയുടെയും കാരുണ്യ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നടക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവരെന്നെ പറഞ്ഞു അത് അവൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ചാണ്, പ്രായം കഴിഞ്ഞപ്പോൾ മാറിയതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. മാതാവ് മാറ്റി തന്നാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എനിക്ക് ഇവനുണ്ടായ സാക്ഷ്യം. പിന്നെ എൻ്റെ ജോലി മേഖലയിൽ എനിക്ക് ഒരുപാട് എന്ന് വെച്ചാൽ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും എക്സ്പെർട്ടായിട്ടുള്ള ഒരു നേഴ്സൊന്നുമല്ല. അപ്പോൾ ജോലി മേഖലയിൽ അവിടെ ഞാനൊരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആംബുലൻസ് വിളിച്ച് അക്യൂട്ട് ഹോസ്പിറ്റലിലേക്ക് ആക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവിൽ നിന്നുണ്ടായി. അതിനൊരു അനുഭവം ഞാനിവിടെ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 സ്റ്റാഫ്മാരാണ് അവിടെ നൈറ്റിലുണ്ടാവുക. ഒരു സീനിയർ സ്റ്റാഫും പിന്നെ ഞാനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കവിടെ വാർഡിൽ ഒരുപാട് പേഷ്യൻസ്, ഡെമൻഷ്യ ഉള്ള പേഷ്യൻ്റ് ഉണ്ട്, കപ്പാസിറ്റി ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ മെഡിസിൻ കൊടുക്കാനായിട്ട് ഞാനൊരു റൂമിലേക്ക് കയറിയപ്പോൾ ഒരു പേഷ്യൻ്റ് ഓൾറെഡി ലാക്ക് കപ്പാസിറ്റിയാണ്, ഡെമൻഷ്യ ഉള്ള പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് ജസ്റ്റ് പറഞ്ഞു എനിക്ക് ചെസ്റ്റ് പെയിൻ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ബ്രീത്തിങ് നോക്കിയപ്പോൾ എനിക്ക് അത്ര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. പക്ഷേ വൈറ്റൽസൊക്കെ നോക്കിയപ്പോൾ പേഷ്യൻ്റ് ഓക്കെയാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഡിറ്റീരിയേഷൻ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ പേഷ്യൻ്റ് പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പേഷ്യൻ്റ് കുഴപ്പമൊന്നുമില്ല, ഓക്കെ, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെയും ഞാൻ എന്നിട്ട് എൻ്റെ സീനിയറിനെ വിളിച്ച് ജസ്റ്റ് കാണിച്ചു. പേഷ്യൻ്റ് ഇങ്ങനെ ജസ്റ്റ് പറയുന്നുണ്ട്, പക്ഷേ പേഷ്യൻ്റ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, വൈറ്റൽസ് എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ സീനിയർ സ്റ്റാഫ് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, പേഷ്യൻ്റിന് ഒരു കുഴപ്പമില്ല, നീ മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2ാമത്തെ റൂമിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ്, നീ ആ പേഷ്യൻറ്റിനെ പോയി നോക്കുന്നുള്ള രീതിയിൽ മാതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ 2ാമതും ചെന്ന് നോക്കിയപ്പോൾ പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, 2ാമതും വൈറ്റൽസ് എടുത്ത് എല്ലാം ഓക്കെയാണ്. എന്നിട്ട് പിന്നെ എൻ്റെ മനസ്സിൽ പറയുകയാണ് നീ വിളിക്ക് ആംബുലൻസ് വിളിക്കുന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ആംബുലൻസ് നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംബുലൻസ് ടീം പ്രത്യേകിച്ച് വന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കെതിരെ ഇൻസിഡൻറ്റ് വിടും. അപ്പോൾ ആ സ്റ്റാഫിനെതിരെ കംപ്ലയിൻറ്റ് പോവും. അപ്പോൾ ഞാൻ സീനിയർ സ്റ്റാഫിനെ പിന്നെയും വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ എന്താണെങ്കിലും പേഷ്യൻറ്റിനെ വിടുകയാണ്, ആംബുലൻസ് വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റാഫിനോട് പറഞ്ഞു എനിക്കിതിൽ പ്രത്യേകിച്ച് ഇതൊന്നും ഞാൻ പറയാനില്ല, നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ പേഷ്യൻറ്റിന് ആംബുലൻസ് വിളിച്ചു. അവർക്ക് ആംബുലൻസ് വന്നിട്ടും പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പേഷ്യൻ്റ് ഇങ്ങനെ പെയിനാണെന്ന് പറഞ്ഞായിരുന്നു അവർ കൊണ്ടുപോയി. പിറ്റേ ദിവസം ഹാൻഡ് ഓവർ കൊടുക്കുന്ന സമയത്ത്, മോർണിംഗിൽ ഹാൻഡ് ഓവർ കൊടുക്കുന്ന സമയത്ത് സീനിയർ സ്റ്റാഫ് എന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കി. പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ മാത്രം ഇഷ്ടം കൊണ്ടാണ് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്തത്, പേഷ്യൻ്റ് ഇന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ശരിക്കും ഉള്ളിൽ ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നെങ്കിലും ഉള്ളിൽ എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ പിന്നെ ഞാൻ ആ കാര്യം വിട്ടു, മറന്നുപോയി ആ കാര്യം. അങ്ങനെ ഞാൻ വിചാരിച്ചു പേഷ്യൻ്റ് ഇന്ന് തന്നെ തിരിച്ചു വരും, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി എനിക്കതിൽ വല്ല ഇൻസിഡൻറ്റും വിടുമോ എന്നൊക്കെ വിചാരിച്ച് ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ പേഷ്യൻ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു അത് പേഷ്യൻ്റ് ഒബ്സർവേഷന് വേണ്ടി അവിടെ കിടത്തിയേക്കുവാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ.
അത് കഴിഞ്ഞിട്ട് ആ കാര്യമൊക്കെ ഞാൻ വിട്ടു മറന്നുപോയായിരുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മാനേജറിൽ നിന്ന് ഒരു മെയിൽ വന്നേക്കാണ്, ഒരു അപ്രീസിയേഷൻ മെയിൽ. മാനേജർക്ക് ചീഫ് നഴ്സ് ഫോർവേഡ് ചെയ്തേക്കണ ഒരു മെയിൽ. ആരാണോ പേഷ്യൻറ്റിനെ അക്യൂട്ട് ട്രാൻസ്ഫർ ചെയ്തത് ആ സ്റ്റാഫ് ഗുഡ് വർക്കാണ് ചെയ്തത്, ഗുഡ് ഒബ്സർവേഷനാണ്. കാരണം ക്ലിനിക്കലി പേഷ്യൻറ്റിന് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നിട്ടും ആ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ പേഷ്യൻറ്റിന് പൾമോണറി എംബോളിസം ഡയഗ്നോസ് ചെയ്തു ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ആയപ്പോൾ. അപ്പോൾ എനിക്ക് ഒരു അപ്രീസിയേഷൻ മെയിൽ, മാനേജർ ഗുഡ് വർക്ക് കീപ്പ് ഇറ്റ് അപ്പ് എന്നുള്ള രീതിയിൽ മെയിൽ ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ച് മെയിൽ ചെയ്തു, മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ടാണ് ആ പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തത്, അല്ലാണ്ട് എൻ്റെ കഴിവല്ല. കാരണം ഞാൻ മാതാവിനെ ഉന്തിത്തള്ളി ചെയ്യിപ്പിച്ചതാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണത്. അപ്പോൾ അതൊരു വലിയ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് സീനിയേഴ്സിനെ വിളിച്ച് കാണിക്കും. പക്ഷെ ഞാൻ ആദ്യം മാതാവിനോട് ചോദിക്കും, മാതാവേ ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാനിങ്ങനെ വിളിക്കണോ? അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യത്തിൽ സീനിയേഴ്സ് എന്നോട് പറഞ്ഞു, ഇപ്പോൾ വിടുവൊന്നും വേണ്ട, വെറുതെ വിടണ്ട. പക്ഷേ ഞാൻ അവരുടെ വാക്ക് കേൾക്കാണ്ട് മാതാവിനോട് ചോദിച്ചിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉള്ള ആവശ്യങ്ങൾ ഞാൻ മാതാവിനോട് ചോദിക്കും. അങ്ങനെ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ആണെങ്കിലും മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടാണ് ഡ്രഗ് എററൊന്നും വരുത്തല്ലേ, അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും കാണിക്കല്ലേ, തക്ക സമയത്ത് ഉചിതമായ ഇത് പ്രവർത്തിക്കാനുള്ള ബുദ്ധി വിവേകവും തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എന്നും ഡ്യൂട്ടിക്ക് കയറുന്നത്. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതിൽ വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ്, ഏറ്റവും കൂടുതലായിട്ട് സംരക്ഷണമാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ ജോലി മേഖലയിൽ മാതാവെ ഓടി വരണേ, എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ മാതാവെ പറ്റിപ്പോയി, എനിക്ക് ഇത് പറ്റിപ്പോയി, അറിയാണ്ട് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ അപ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇപ്പോൾ മെഡിസിനൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മെഡിസിൻ്റെ സമയത്ത് ഡിസ്ട്രാക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ പേഷ്യൻ്റ് എന്തെങ്കിലും യൂറിൻ പാസ് ചെയ്തോ ബെഡ് വെറ്റൊക്കെ ആയി കിടക്കുവാണെങ്കിൽ ജസ്റ്റ് കെയറേഴ്സിനെ വിളിച്ച് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയും. പക്ഷേ ഇപ്പം എനിക്ക് മെഡിസിൻ കൊടുക്കുന്ന സമയമാണെങ്കിൽ പോലും, തിരക്കാണെങ്കിൽ പോലും, ഞാൻ ഇപ്പം എനിക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ സഹായത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ആരെയും വിളിക്കാറില്ല. ആ പേഷ്യൻ്റിന് അപ്പം തന്നെ ബെഡ് മാറ്റി പാമ്പറൊക്കെ മാറ്റി ഞാൻ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്കവിടെ ഇങ്ങനെ ഫുഡ് മേടിച്ചു കൊടുക്കാൻ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് ഫിക്സഡ് ആയിട്ട് ഫുഡ് ബാങ്കിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ പത്രം കൊടുക്കുക, ഇവിടെ നിന്ന് ഞാൻ ഇംഗ്ലീഷ് പത്രം മേടിച്ചു കൊണ്ട് പോയിട്ട് അവിടെ ജസ്റ്റ് വാർഡിലും പിന്നെ അവിടെ റോഡിൽ, വീടിൻ്റെ അടുത്തുള്ള ജസ്റ്റ് റോഡിൽ നടന്നിട്ട് അല്ലെങ്കിൽ മോളുകളിൽ പോയി അവിടെ നിന്ന് അവർക്ക് വിശ്വാസപ്രമാണം ചൊല്ലി എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പത്രം കൊടുക്കാനാണ് ശരിക്കും എനിക്ക് വളരെ വളരെ ചമ്മലായിരുന്നു എനിക്ക് ആദ്യം. മിക്ക സമയത്ത് ഞാൻ പത്രം മേടിച്ചു കൊണ്ടുപോയാൽ ജസ്റ്റ് ഇവിടെ പള്ളികളിൽ കൊടുത്തിട്ട് ഒരക്ഷരം പോലും ഇണ്ടാണ്ട് പ്രാർത്ഥന വിശ്വാസപ്രമാണം ചൊല്ലി പത്രം കൊടുത്തിട്ട് വേഗം കാര്യം തീർക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ഉടമ്പടി പുതുക്കി, അങ്ങനെ ഞാൻ കുറച്ച് പത്രം ഞാൻ പള്ളിയിൽ കൊണ്ട് കൊടുത്തു. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിലിങ്ങനെ മാതാവ് പറഞ്ഞ് ഇങ്ങനെ, നീ ഇത്രയും അനുഗ്രഹങ്ങൾ നിനക്ക് ഞാൻ തന്നില്ല, എന്നിട്ടും നിനക്ക് ഈശോയെ ഏറ്റു പറയാൻ ഇത്ര മടിയാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പക്ഷേ ഞാൻ അത് കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ തന്നെ പോയി കൊടുക്കാമെന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നെയും എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ, നിനക്ക് ഈശോയെ ഏറ്റു പറയാൻ ഇത്ര മടിയാണോ എന്നുള്ള രീതിയിൽ. അങ്ങനെ എനിക്കത് ഭയങ്കര വിഷമമായി. അങ്ങനെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഈ റോഡിൽ കൂടെയൊക്കെ നടന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ നടന്ന് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ എനിക്ക് മാതാവ് അതിനുള്ളൊരു കൃപ തന്നു. ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അവിടെയുള്ള ചേട്ടന്മാരുടെയും അങ്ങനെ കടകളിലൊക്കെ, വലിയൊരു ടൗണാണ് അങ്കമാലി, ആ ടൗണിൽ നടന്ന് അത് പത്രങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി, അത് സാധാരണ ഞാനൊന്നും പറയാറില്ല, പക്ഷേ ഇപ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞു. എനിക്കതിനുള്ള കൃപ മാതാവ് നൽകി, ശക്തി നൽകി. മാതാവ് എനിക്കിങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ മാതാവ് എനിക്ക് തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. യെശയ്യാ 58:11 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും
വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. ഡിംപിൾ ഡേവിസ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം കുടുംബത്തിന് ലഭിച്ച നിരവധിയായ ഉടമ്പടി അനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം വിദേശത്തുള്ള ജോലി അമ്മ മാതാവ് സുരക്ഷിതമായി നൽകിയതിന് നന്ദി പറഞ്ഞു. ജീവിത പങ്കാളിക്ക് അവിടെ ജോലിയിലുണ്ടായിരുന്ന വലിയ ക്ലേശങ്ങൾ അത് മാറുന്നതിനും ജോലിയിൽ അവിടെ സ്ഥിരതയോടുകൂടി തുടരുവാൻ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ മകന് ലഭിച്ച ആ ഒരു സംരക്ഷണത്തിനും സ്ഥിരതയ്ക്കും നന്ദി സൂചിപ്പിച്ചു. അതോടൊപ്പം കുഞ്ഞിനുണ്ടായിരുന്ന മറ്റു കുട്ടികളുമായി ഇടപഴകുവാനുണ്ടായിരുന്ന എല്ലാ പെരുമാറ്റ ബുദ്ധിമുട്ടുകളും പഠനത്തിലുണ്ടായിരുന്ന പ്രയാസങ്ങളും മാറി ശാന്തതയോടുകൂടി പഠിക്കുവാനുള്ള വഴി തുറന്നു കിട്ടിയതിനും സഹോദരി അമ്മയുടെ തിരുനടയിൽ നന്ദി പറഞ്ഞു. ഉടമ്പടി നമ്മളെ എപ്പോഴും എങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം, എങ്ങനെ കുറേ കൂടി ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തികളായി ജീവിക്കാമെന്ന് നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയിലും ഈശോയെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് സ്വന്തമാക്കും വിധം നമ്മുടെ ജീവിത രീതികളെ മാറ്റുന്നത് ഉടമ്പടിയിലാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എടുത്ത മക്കൾ പറയുക, ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വിശുദ്ധ കുർബാന കുറേ കൂടി അനുഭവപരമായി ഉൾക്കൊള്ളുവാനും പങ്കെടുക്കുവാനും സാധിക്കുന്നത്. ഞങ്ങൾക്ക് കുറേ കൂടി പ്രാർത്ഥന ഓരോന്ന് ചൊല്ലുമ്പോഴും ജപമാല ചൊല്ലുമ്പോഴും അതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി പങ്കുചേരുവാൻ സാധിക്കുന്നത്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് കൊടുത്തതായിട്ടല്ല, ദൈവസ്നേഹത്താൽ കൂടുതൽ സന്തോഷത്തോടുകൂടി ഈശോയ്ക്ക് നൽകിയതായി കൊടുത്തതായി എപ്പോഴും ഫീൽ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്, ആത്മീയ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു. ദൈവത്തെ അടുത്തറിയുവാൻ സ്നേഹിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം മറ്റുള്ളവരുടെ ഇടയിൽ വ്യാപരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. അതാണ് മകൾ സൂചിപ്പിച്ചത്. പള്ളിയിൽ മാത്രം പത്രം കൊടുത്തു പോയിരുന്ന എനിക്ക് ആ അങ്കമാലി എന്ന തിരക്കുള്ള ആ ടൗണിൽ യാതൊരു സങ്കോചവുമില്ലാതെ പത്രം കൊടുക്കുവാൻ തക്കവിധം എൻ്റെ മാനസികമായ സ്റ്റാറ്റസ് കുറയുമോ എന്ന ഭയവും നാണവും ഒക്കെ മാറ്റി ദൈവനാമത്തെ പ്രഘോഷിക്കും വിധം എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തിയതും ഉടമ്പടി ജീവിതമാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ ചേർത്ത് പിടിക്കുവാൻ ജീവിതത്തിൻ്റെ ഏതൊരവസരത്തിലും സന്നദ്ധരാണോ, ദൈവം കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നതും അനുഗ്രഹിക്കുന്നതും നമുക്ക് കാണുവാനാവും. പരിശുദ്ധമ്മ നമ്മളെ നിരന്തരം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ കരം പിടിച്ചാൽ ദൈവത്തോടൊപ്പമുള്ള ദൈവത്തിൽ ഉടമപ്പെടുത്തിയ ആത്മാവിൻ്റെ സഞ്ചാരം നമുക്ക് വളരെ എളുപ്പമാകും. അതിനുവേണ്ടി അമ്മയുടെ തിരുനടയിൽ പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.